അവർ മേലാള വർഗ്ഗമാണ്, ഞാൻ കീഴാള വർഗ്ഗമാണ്. അവരാക്കി തീർത്തല്ലോ. അപ്പോൾ ഞാൻ അവരാട്ടി ഓടിക്കുമ്പോൾ എനിക്കൊരു പരിധിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പോയേ പറ്റൂ. എനിക്കിപ്പോൾ ജീവിച്ചിരിക്കുക എന്നതിൽ വലിയ സ്വപ്നം വേറെ ഒന്നുമില്ല. എനിക്ക് പഠിക്കണമായിരുന്നു, PhD ചെയ്യണമായിരുന്നു. പ്രായം മുന്നോട്ട് പോവുകയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് യൂട്യൂബറായിട്ടുള്ള ഹെയ്ദി സാദിയനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അവർ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ആദ്യം നമുക്ക് ഇവരെ പറ്റി ഒന്ന് നോക്കാം. ഇവരൊരു ട്രാൻസ്ജെൻഡർ ആണ്. അതേപോലെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അതേപോലെ മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നിടത്ത് നല്ല റാങ്കുകൾ കാര്യങ്ങൾ കിട്ടുകയും ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഇപ്പോൾ അവർക്ക് PhD എടുക്കണം എന്നൊരാഗ്രഹത്തോടെ അവരൊരു കോളേജിൽ ജോയിൻ ചെയ്തു. അവിടെ ഉണ്ടായ അനുഭവങ്ങളെ തുടർന്ന് അവരിപ്പം ഡിപ്രഷൻ്റെ ആത്മഹത്യയുടെ ഒരു വക്കിലാണ്. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവിടെ അവരുടെ കൂടെ പഠിക്കുന്ന ഒരു 5 വിദ്യാർത്ഥികളാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് അവർ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ട്രാൻസ്ജെൻഡർ ആയതിനെ തുടർന്ന് അവരുടെ പേരൻസ് ഒന്നും അവരെ അംഗീകരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷമങ്ങൾ എല്ലാം അവർ ആ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അതേപോലെ വീഡിയോയുടെ ആദ്യം നിങ്ങൾ കണ്ടത് അവർ പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ. മിനിങ്ങാന്ന് തന്നെ വഴിയോരങ്ങളിൽ നിന്ന് അവരെ അതിദാരുണമായിട്ട് തല്ലി ഓടിക്കുകയും തൊട്ട് കാല് വരെ മുറിഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ചതവും മുറിവും ഒരുപാടുണ്ട്. അങ്ങനെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. എനിക്ക് പൊതുവെ ട്രാൻസ്ജെൻഡേഴ്സിനോട് പ്രത്യേകിച്ച് ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ ഒന്നും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് കേൾക്കുമ്പോൾ സാധാ ഒരു മനുഷ്യനെ കാണുന്ന രീതി തന്നെയാണ് ഞാൻ അവരെ കാണുന്നത്. കാരണം ഒരു സ്ത്രീ എങ്ങനെയാണ്, ഒരു പുരുഷൻ എങ്ങനെയാണ്, ആ ഒരു രീതി തന്നെയാണ് ഞാനും അവരെ കാണുന്നത്. തികച്ചും എനിക്ക് അവരുടെ ചില കാര്യങ്ങളോട്, എല്ലാവരെയും അല്ല, അങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരോട്, ഇപ്പം ജീവിക്കാൻ വേണ്ടിയാണെങ്കിലും വേറെ പല ജോലികൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമയത്ത് പോലും റോഡ് സൈഡിൽ നിൽക്കുകയും അനാവശ്യ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ അവരുടെ സംസാര രീതിയിലും അല്ലെങ്കിൽ ഒക്കെ ഒരുപാട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ആ രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ അവരുടെ ആ ഒരു ഇതൊന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു ഇതല്ലാതെ ട്രാൻസ്ജെൻഡേഴ്സിനോട് പൊതുവേ നമുക്കൊരു വിരോധവും ഇല്ല. ഇപ്പം യൂട്യൂബറായിട്ടുള്ള സീമാജി നായർ ഉണ്ടല്ലോ, അപ്പം കറക്റ്റ് നെയിം അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ അവരുടെ വീഡിയോസ് എല്ലാം സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. കാരണം അവരുടെ ആ ഒരു കുക്കിംഗ് സ്റ്റൈല്, അതേപോലെ ഒരു നാടൻ തനിമ, അതേപോലെ ഒരു ട്രാൻസ്ജെൻഡർ എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം അവരുടെ ആ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം നല്ല ഒതുങ്ങിക്കൂടിയും അതേപോലെ നല്ല രീതിയിൽ വിവാഹമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ അവർ ആ ഒരു മാതൃകയായിട്ട് നമുക്ക് കാണിച്ചൊക്കെ തരുന്നുണ്ട്. അതേപോലെ അവരൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം നല്ല രീതിയിൽ ബ്രൈഡ്സിനെയൊക്കെ ഒരുക്കി വിടുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് അവരോട് പ്രത്യേകിച്ച് ഒരു റെസ്പെക്റ്റ് ഒക്കെ തോന്നും. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്. അതേപോലെ ഒരു ട്രാൻസ്ജെൻഡറാണ് ഈ ഹെയ്ദി സാദിയ എന്ന് പറയുന്നത്. അതേപോലെ ഈ ഹെയ്ദി സാദിയ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു വന്നിട്ടുള്ള ഒരു സ്ത്രീ കൂടിയാണ്. പല നേട്ടങ്ങളും അവർക്ക് കൈവരിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും ഇങ്ങനത്തെ അപമാനത്തെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും അവർക്ക് സാധിച്ചിട്ടില്ല. അതേപോലെ പേരൻസ് അവരെ അംഗീകരിച്ചിട്ടില്ല. ചുരുക്കം ചില ആൾക്കാർ മാത്രമേ അവർക്ക് സപ്പോർട്ടായിട്ടുള്ളൂ. അതേപോലെ പറയുവാണെങ്കിൽ അവർക്ക് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും പല യൂണിവേഴ്സിറ്റിയിലെല്ലാം പോയി ചേരുമ്പോൾ അവിടെയുള്ള ആൾക്കാർ അവരോട് മോശമായിട്ട് പെരുമാറുന്നു. ഇപ്പം ഒരു താഴെക്കടയിൽ നിൽക്കുന്ന ആൾക്കാരോട് പെരുമാറുന്ന ആ ഒരു കൺസെപ്റ്റിലാണ് ആൾക്കാർ പെരുമാറുന്നത്. അങ്ങനെയൊക്കെ അവർക്ക് ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ അവർക്ക് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരാജയപ്പെടുന്ന ആ ഒരു ഇതിലാണ്. അവർക്ക് ഈയിടെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അവരെ വളരെയധികം വേദനിപ്പിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് അവർ PhD എടുക്കാനായിട്ട് ഒരു കോളേജിൽ ജോയിൻ ചെയ്തത്. അവരതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടതല്ലാതെ കൂടുതലായിട്ട് അതിനെപ്പറ്റി ഒന്നും ആ വീഡിയോയിൽ പറയുന്നില്ല. അപ്പം നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവർ വളരെ ആഗ്രഹത്തോടെ PhD എടുക്കാനായിട്ട്, അതായത് എല്ലാത്തിനും ഒരു പ്രായപരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ട്രാൻസ്ജെൻഡേഴ്സിന് എല്ലാ സൗഭാഗ്യങ്ങളും കുറച്ച് താമസിച്ച് കിട്ടുന്ന കൂട്ടത്തിലാണ്. കാരണം അവരുടെ നിലവിലെ ജെൻഡറിൽ നിന്ന് മാറി, സ്ത്രീ ആണെങ്കിൽ സ്ത്രീ, അല്ലെ പുരുഷനാണെങ്കിൽ പുരുഷൻ, ആ ഒരു രീതിയിലോട്ട് മാറി പിന്നീട് ആ സർജറി കാര്യങ്ങൾ, പിന്നെ അവരുടെ ആ സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഓട്ടം, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വിദ്യാഭ്യാസത്തിലോട്ട് വരുമ്പോൾ അവരുടെ ഏജൊക്കെ കഴിഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥയൊക്കെയാണ്. അപ്പോൾ എന്നിട്ടും അതെല്ലാം തരണം ചെയ്ത് പഠിക്കണം എന്ന ആഗ്രഹമായിട്ട് മുന്നോട്ട് വന്നപ്പം അവർക്ക് പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇപ്പോൾ ആ കോളേജിൽ അവർ നേരിടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരിൽ നിന്ന് വളരെ മോശമായ അനുഭവങ്ങൾ നേരിടുന്നു, അപമാനങ്ങൾ നേരിടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിനെപ്പറ്റിയും കൂടുതലായിട്ട് അവർ ആ വീഡിയോയിൽ പറയുന്നില്ല. എല്ലാം തുറന്നു പറയുന്ന ഒരു ദിവസം ഉടനെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അവരുടെ സ്കൂളിൽ ഇപ്പോൾ അവരൊരു കമ്മിറ്റ്മെൻറ്റിലാണ്. കാരണം വെച്ചാൽ അവിടെ ഒരു നാടകം നടത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു നാടകത്തിൽ ഇവരും കൂടെ ഉള്ളതുകൊണ്ട്
പെട്ടെന്ന് ആ സ്കൂളിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാനായിട്ട് അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്, എന്നെ ഇനി ആ സ്കൂളിൽ ആരും വെച്ച് പൊറപ്പിക്കത്തില്ല, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വന്നപ്പോഴും ഇപ്പോൾ ഇങ്ങനെ ഒരു നാടകത്തിൽ നമ്മൾ ചേർന്നത് കൊണ്ട് അത് ക്വിറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അപ്പോൾ ഈ നാടകം തീരുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ഇതേപോലെ തന്നെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ അവരോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ള ആൾക്കാരെ പറ്റിയുള്ള മുഴുവൻ ഡീറ്റെയിൽസും അല്ലെങ്കിൽ അവിടെ നടന്ന സംഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവരൊരു വീഡിയോ ചെയ്യുകയും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാരെ ഇത് അറിയിക്കുകയും ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡർ ആവുന്നത് അവരുടേതായ കുറ്റങ്ങൾ കൊണ്ടല്ല, അത് അവരുടെ പേരൻസിൻ്റെ കുറ്റങ്ങൾ കൊണ്ടോ ഒന്നുമല്ല, അവരുടെ ശരീരത്തിലുള്ള ഹോർമോണിൻ്റെ ചേഞ്ചസ് കൊണ്ടും ഒക്കെയാണ്. നാളെ നമ്മുടെ ആ ഒരു കുടുംബത്തിൽ അങ്ങനെയൊന്നും വരത്തില്ല എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറയാനേ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അവരുടേതായ ഒരു രീതിയിൽ വിട്ടേക്കുക. അവർ മോശം രീതിയിൽ നടക്കുന്നവരല്ല, നല്ല രീതിയിൽ പഠിക്കാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ അവരെ ഉപദ്രവിക്കാതെ അവരെ പറ്റുമെങ്കിൽ കുറച്ച് ഹെൽപ്പ് ചെയ്ത് അവർക്കൊരു സപ്പോർട്ടായി നിൽക്കുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ ഇപ്പം ചോദിക്കാനും പറയാനും ആൾക്കാരുള്ള മാതാപിതാക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ നല്ല പിടിപാടും ഒക്കെ ഉള്ള ആൾക്കാരോടൊന്നും ആരും പോയി ഒരു രീതിയിൽ ഇപ്പോൾ അവർ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ പോലും പോയി മോശമായിട്ട് പെരുമാറുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട്. ഇതിപ്പം പേരൻസ് ഒന്നും സപ്പോർട്ടല്ല, ചോദിക്കാനും പറയാനും ആളില്ല എന്ന് കാണുമ്പോൾ അവരായിട്ട് ഒരുപാട് അപമാനിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവരുടെ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന അതാണ്. അവർക്ക് ആ PhD എടുക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്നിരിക്കുന്നതാണ്. അവരത് എടുത്തിട്ട് പൊക്കോട്ടെ എന്ന് വെക്കാനുള്ളതിന് ആ കോളേജിന് തന്നെ എന്തെങ്കിലും നാശമാണ് അല്ലെങ്കിൽ അപമാനമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ആ കോളേജിൽ പഠിക്കുന്ന കുറച്ച് പേര്. എല്ലാവരൊന്നും ഞാൻ പറയത്തില്ല, കുറച്ച് പേരെന്നാണ് അവരും പറയുന്നത്. അപ്പം ആ ഒരു വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേരെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇപ്പം റാഗിങ്ങിൻ്റെ പേരിൽ സീനിയേഴ്സ് എന്നുള്ള വലിയ ഒരു അധികാരത്തിൻ്റെ പേരിൽ പുതിയതായിട്ട് പഠിക്കാൻ വരുന്നവരെ ഒരുപാട് റാഗ് ചെയ്യുകയോ അവരെ ഒരുപാട് മർദ്ദിച്ച് കൊല്ലുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഒരുപാട് നമ്മുടെ ഇടയിൽ ഇപ്പോൾ നമുക്ക് ന്യൂസിലൊക്കെ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇപ്പം ആ കോളേജിൽ നിന്ന് ക്വിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ പഠിച്ചൊരു വ്യക്തിയാണ്, അതേപോലെ ഒരു കഴിവും ഇല്ലാത്തൊരു വ്യക്തിയൊന്നുമല്ല. ഇപ്പോൾ പേരൻസ് ഒന്നും സപ്പോർട്ടിനില്ലെങ്കിൽ പോലും നല്ല ബോൾഡായിട്ടുള്ള ലേഡിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ പ്രതികരിക്കുക തന്നെയാണ് വേണ്ടത്. അല്ലാതെ അവിടെ ക്വിറ്റ് ചെയ്ത് പോയി ഒരു ഭീരുവിനെ പോലെ നടക്കേണ്ട ഒരാവശ്യവും അല്ലെങ്കിൽ ഒരു തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് ഇവരോട് കുറച്ച് വിരോധം എനിക്ക് നേരത്തെ ഒരു വീഡിയോയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒലിവിയയുടെ വിഷയം വന്നപ്പോൾ എൻ്റെ അനിയത്തി അവിടെ പോയി പെട്ടുപോയ ഒരു ആളാണ്. ആ ഒരു രീതിയിൽ ഞാനും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെ കണ്ണും പൂട്ടി വിശ്വസിച്ച് ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇവരോട് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു കട പൂട്ടിക്കണം എന്ന് വിചാരിച്ചല്ല അവിടെ നടന്ന കാര്യങ്ങൾ തുറന്ന് പറഞ്ഞത്. പക്ഷേ അവിടെ ജോലി ചെയ്ത എല്ലാ കുട്ടികളെയും അവരെ കട പൊട്ടിക്കാനായിട്ട് മെനഞ്ഞു കെട്ടി വന്ന കുട്ടികളായിട്ട് കണ്ട് ആ ഒരു വീഡിയോ ഒക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വിദ്വേഷം ഒരു തുള്ളി പോലും എൻ്റെ മനസ്സിൽ ഇപ്പോൾ വെക്കാതെയാണ് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. ഇത് ഇപ്പോൾ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറയാനായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ ന്യായത്തിൻ്റെ കൂടെ നിൽക്കുക, ഒരു വിദ്വേഷമൊന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഈ കാര്യം കൂടെ പറഞ്ഞത്. അപ്പം ഹേദി സാദിയയുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. അതിന് ഉള്ള ഒരു റിയാക്ഷൻ എനിക്ക് ചെയ്യണം തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.